ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ കേൾക്കണ്ടേ? ഇന്നത്തെ ചെമ്പനീർ പൂവിൽ രേവതി അടുക്കളയിൽ പാത്രം കഴുകണു. ആ സമയത്ത് ശ്രുതി നിന്നിട്ട് ചായ 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 പറയുന്നുണ്ട്. അപ്പോൾ രേവതി ഇങ്ങനെ മനസ്സിലാക്കണം, ഇയാൾക്ക് എന്താണെന്നിങ്ങനെ വിചാരിച്ചിട്ടാണ് പാത്രം കഴുകണത്. ഓ, അപ്പോൾ ചന്ദ്രമതി അത് കേട്ടിട്ട് അടുക്കളയ്ക്ക് വന്നിട്ട് ചോദിക്കണം, നീ ചായ പറയുന്നത് കേട്ടില്ലേ? ഓക്കെ, അപ്പം ഞാൻ കേട്ടു. അങ്ങനെ ചായ ചായ വിളിക്കുന്ന ആളോട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ചായ വെക്കാൻ അമ്മയെ പറയണ രേവതി. അപ്പം നിനക്ക് അഹങ്കാരത്തിൽ കൂടിയുണ്ട്, നീ മിണ്ടണേന്ന് മിണ്ടത് നിനക്ക് തർക്കുത്തരായിട്ടുണ്ട്. നിനക്കൊരു ഗ്ലാസ് ചായ എടുത്തു കൊടുത്തത് എനിക്ക് സൗകര്യമല്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ഇനി അതിൽ ഇടപെടാൻ നിൽക്കണ്ട പറഞ്ഞിട്ട് രേവതി അടുക്കളയിൽ നിന്ന് പോകണു. ആ സമയത്ത് അങ്ങനെ ചന്ദ്രമതി ചായ എടുത്തിട്ട്, ഇതിനൊക്കെ കൂടി നിനക്കൊരു ദിവസം ഞാൻ മറുപടി തരുന്നുണ്ട് പറഞ്ഞിട്ട് ചന്ദ്രമതി ചായ എടുത്തിട്ട് ഹാളിലേക്ക് പോവാണ്. ആ ഹാളിലേക്ക് പോയിട്ട് അങ്ങനെ ചായ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് സച്ചിയില്ലേ എവിടെയെന്ന് ചോദിച്ചിട്ട് ഒരാൾ കയറി വരുന്ന നോക്കുമ്പോൾ സച്ചി സച്ചിയുടെ കൂട്ടുകാരൻ പ്രവീണാണ് വരുന്നത്. ആ പ്രവീണ എന്താടാ വിശേഷം, കയറി വാടാ പറയുമ്പോൾ സച്ചി പ്രവീണിനെ വിളിച്ചിട്ട് അകത്തേക്കായിരുന്നു. അപ്പോൾ പ്രവീൺ ചോദിക്കണം, അമ്മേ എന്നെ അറിയില്ല, ഞാൻ സച്ചിയുടെ കൂട്ടുകാരനെ, സച്ചിയുടെ കൂടെ പഠിച്ചിട്ടുള്ള, എൻ്റെ പേര് പ്രവീൺ എന്നാണ് പറയുമ്പോൾ പറഞ്ഞ് വലിയ താല്പര്യമില്ലാത്ത പോലെ ചന്ദ്രമതി മൂളാണ്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ്റെ കല്യാണം ക്ഷണിക്കാൻ വന്നതാണെന്ന് പറയാണ് പ്രവീൺ. അപ്പോൾ നിൻ്റെ കല്യാണം ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇല്ല എന്ന് പറയണം. അപ്പോൾ കല്യാണം ക്ഷണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കല്യാണം ക്ഷണിക്കണം, എല്ലാവരും വരണം, കുടുംബസമേതം വരണം എന്നൊക്കെ പറയുമ്പോഴേക്ക് രേവതിനെ പരിചയപ്പെടുത്തുന്നു. സച്ചി ഇത് എൻ്റെ വൈഫാണ് പറഞ്ഞിട്ട് രേവതിനെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ നീ എന്തായാലും സച്ചി നിൻ്റെ കല്യാണം എന്നോട് പറഞ്ഞില്ല, അത് മോശമായി എന്നൊക്കെ പറയണത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്, നിൻ്റെ കല്യാണം എന്നാന്ന് ഞാൻ പോലും അറിഞ്ഞില്ലടാന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞിട്ട് സച്ചി അവനോട് പറയണേ, നീ എന്തായാലും ഒന്ന് കരുതിയിരുന്നോ? എന്താ ചോദിക്കുമ്പോൾ ചേട്ടന്മാർ കല്യാണം കഴിക്കാനുള്ള ദിവസം ഓടിപ്പോയി ആ പെണ്ണുങ്ങളെ തലയിൽ കെട്ടേണ്ട അവസ്ഥ അനിയന്മാർക്കാണ്, പിന്നെ അത് ജീവിതകാലം മുഴുവൻ നമ്മുടെ തലയിലൊരു ബാധ്യതയായിട്ട് വരും എന്നൊക്കെ പറയണം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ രേവതിയുടെ കണ്ണ് നിറയണം. ചന്ദ്രമതി ശ്രുതി പരിഹാസത്തോടുകൂടി നോക്കുകയാണ് രേവതിനെ. അപ്പോൾ രേവതിയുടെ കണ്ണിപ്പം നിറയണം. അപ്പോൾ എല്ലാവരും കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ കൂട്ടുകാരൻ കല്യാണം ക്ഷണിച്ചിട്ട് തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ സച്ചി അവിടുന്ന് എഴുന്നേറ്റ് അകത്ത് പോയ സമയത്ത് ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞു, ശ്രുതി നിനക്ക് മനസ്സിലായില്ലേ അവൻ എന്താ പറഞ്ഞതെന്ന്? അവൻ്റെ തലയിൽ ഇവിടെ ഒരു ബാധ്യതയെന്ന് പറഞ്ഞത് എന്തായിരുന്നു? വിവാഹ വാർഷികത്തിൻ്റെ അന്ന് ആട്ടങ്ങൾ ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടി, ഇപ്പം മനസ്സിലാവിൻ്റെ മനസ്സിലിരിപ്പം എന്താണ്? അവൻ കല്യാണം കഴിഞ്ഞാലേ കൂടെ കഴിയണ്ടേന്ന് വിചാരിച്ചിട്ട് അവൻ സഹിക്കുകയാണ് ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിനെ ഇട്ട് കുത്തുകയാണ്. അത് കേൾക്കുമ്പോൾ രേവതി ഇങ്ങനെ കരഞ്ഞിട്ട് അകത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് രേവതി സിറ്റൗട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് സച്ചി വരുന്നു. സച്ചി വന്നിട്ട് പറയും, രേവതി എനിക്ക് ഓട്ടുണ്ട്, എനിക്ക് ദോശ കാട്ട് പറയുമ്പോൾ ദോശ ഇല്ല പറയണം. എന്നാൽ ശരി വേണ്ട, ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയേക്കണം. എന്നാൽ ഇഡ്ഡലി കാട്ട് പറയുമ്പോൾ ഇഡ്ഡലി ഇല്ല പറയണം. നീയല്ലേ പറഞ്ഞ് എനിക്ക് ദോശ ഉണ്ടാക്കി തരാതെ മാവ് തീർന്നു പോയി, മാവ് ഉണ്ടായിരുന്നില്ല, മാവ് ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചതെന്ന് പറയണം. അങ്ങനെ പറഞ്ഞിട്ട് രേവതി കലിപ്പിലിരിക്കുകയാണ് സച്ചിയുടെ. എന്ത് പൊന്നാ രേവതി കലിപ്പിലിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് ശ്രുതിയും കൂടി വന്നിട്ട്, അമ്മേ ബ്രേക്ക്ഫാസ്റ്റ് വേണം, ഞങ്ങൾ ഇറങ്ങാറായി എന്നൊക്കെ പറയാണ്. അപ്പോൾ സമയത്ത് ചന്ദ്രമതി ചോദിക്കണം, രേവതി അവർക്കുള്ള ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എവിടെ വയ്ക്കുമ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്താ ചോദിക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, എനിക്ക് ഉണ്ടാക്കാൻ സൗകര്യമില്ല, ഇനി അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അമ്മ കയറി ഉണ്ടാക്കിക്കോ പറയണം. ഞാൻ ഇവിടുത്തെ വേലക്കാരത്തി ഒന്നല്ല, എല്ലാവർക്കും നേരത്തിന് വെച്ച് തരാമെന്ന് ചോദിക്കട്ടെ, എന്നെ വേലക്കാരത്തിയാക്കാനാണ് അവിടേക്ക് കല്യാണം കഴിച്ച് കൊടുന്നേക്കണം എന്നൊക്കെ ചോദിക്കണം രേവതി ചന്ദ്രമതി. അപ്പോൾ ചന്ദ്രമതി, നീ എന്താ അങ്ങനെ തർക്കുത്തരം പറഞ്ഞുകൊണ്ടിരിക്കണേ എന്ന് ചോദിക്കണം. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ സംസാരിക്കുമ്പോൾ രേവതി ഭയങ്കര ചാടി കളിക്കണം എല്ലാവരോടും. അപ്പോൾ ശ്രുതി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ രേവതി പറയും, എനിക്ക് സൗകര്യമില്ല ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, വേണ്ടവർ ഉണ്ടാക്കി കഴിച്ചിട്ട് പൊക്കോ, ഇത് ഹോട്ടലൊന്നല്ല, അവനോട് വേണ്ട ഉണ്ടാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. ശ്രുതിയോട് പറയും, ശ്രുതി ഫ്രിഡ്ജിൽ എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇരിക്കുന്നുണ്ട്, നിൻ്റെ ഒരു ABCD ജ്യൂസ് ഇല്ലേ, അത് ഉണ്ടാക്കി കുടിച്ചുകൂടെ നിനക്ക്, ആരെങ്കിലും നിന്നെ തടയോ എന്നൊക്കെ ചോദിക്കേണ്ട രേവതി ശ്രുതിയോട് അങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്യാണ് രേവതി. അപ്പോൾ ശ്രുതി പറയും, രേവതി നീ ഉണ്ടാക്കാത്തതിന് ആരും മനസ്സിൽ ഉണ്ടാക്കണില്ലെങ്കിൽ ആ കാര്യമൊന്നും നേരത്തെ കുട്ടി പറയായിരുന്നില്ലേ, എന്നാൽ എന്തെങ്കിലും ചെയ്യായിരുന്നു. അപ്പോൾ ശ്രുതി പറയും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇത്തിരി നേരത്തെ ഇറങ്ങി കടയിൽ നിന്ന് കഴിക്കായിരുന്നില്ലേ, ഇതിപ്പോൾ ഒരുമാതിരി എൻ്റെ എത്ര വിലപ്പെട്ട സമയം പോകണമെന്നൊക്കെ പറയാം. സച്ചി എന്താണ് നിൻ്റെ ഭാര്യ എങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയും, എന്നോട് കലിപ്പില്ല, എനിക്കറിയില്ല, ഞാൻ അതൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ എന്നൊക്കെ പറയാണ് സച്ചി. എന്നിട്ട് സച്ചി ഒക്കെ, എന്താ രേവതി നിനക്ക് പറ്റി, നീ ഇങ്ങനെ അല്ലല്ലോ ഉണ്ടായിരുന്നു, എന്താ പറ്റിയത് നിനക്ക്, എന്താ സംഭവിച്ചത്, അമ്മ എന്താ നിന്നോ പറഞ്ഞേ എന്നൊക്കെ ചോദിക്കുകയാണ് സച്ചി. ആ സമയത്ത് ശ്രീകാന്തും വർഷയും കൂടി വന്നിട്ട് പറയും, അടുത്ത് ഇന്ന് എന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയേക്കണമെന്ന് ചോദിക്കും ശ്രീകാന്ത്. അപ്പോൾ വർഷം ചോദിക്കും, രേവതി ചേച്ചി ഇന്ന് എന്താ സ്പെഷ്യൽ ആക്കി, ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, വേണ്ടവർ ഉണ്ടാക്കി കഴിച്ചു ശ്രീകാന്ത്, ഞാൻ അടുക്കളയിൽ കയറിയിട്ടില്ല, എന്താ രേവതി അടുത്തേക്ക് വയ്യെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യായിക്കൊന്നുമില്ല, പക്ഷെ ഞാൻ ഉണ്ടാക്കിയില്ല, അതെന്നെ പറഞ്ഞു. രേവതി പറഞ്ഞ് ചൂടാവും. അപ്പോൾ വർഷ പറയും, രേവതി ചേച്ചിക്ക് എന്തോ വയ്യായിക്കുണ്ടോ, എന്തോ മൂഡ് ഓഫാ തോന്നുന്നുണ്ട് പറയാം. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ് ശരി കുഴപ്പമില്ല, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറയും. അങ്ങനെ ശ്രുതിയും അതുപോലെ ശ്രീകാന്തും പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറയണം. അപ്പോൾ വർഷ പറയണം രേവതിയോട് പറയാം, രേവതി ചേച്ചി കുറച്ച് റെസ്റ്റ് എടുക്കാം, ഞാനൊരു കാര്യം ചെയ്യാം, ആൻറ്റിക്കും എനിക്കൊക്കെ ഉള്ള ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ട് ഞാൻ കഴിച്ചോളാം, രേവതി ചേച്ചി കുറച്ച് റെസ്റ്റ് എടുക്കാം, മൈൻഡ് ഒന്ന് റിലാക്സ് ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ രേവതിയെ സപ്പോർട്ട് ചെയ്തിട്ട് അകത്തേക്ക് വേണം. അപ്പോൾ സച്ചിക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായി. സച്ചി എന്താ രേവതി നീ ഇങ്ങനെ എന്താ പറ്റി നിനക്ക്, നീ എന്തിനാ
ഇങ്ങനെ ചൂടാവണം, എന്തിനെങ്ങനെ എന്നോട് ചാടി കളിക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രേവതി പറയും സത്യം അമ്മ പറഞ്ഞത്, അമ്മ പറഞ്ഞതിൽ കാര്യമില്ലായി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എന്താ രേവതി നിനക്ക് പറ്റി, എനിക്ക് ദേഷ്യം വന്നിട്ട് നീ എന്താ കാര്യം എന്ന് പറയാം. നിങ്ങൾ നിങ്ങൾ കൂട്ടുകാരനോട് പറഞ്ഞില്ലേ നിങ്ങൾ ഏട്ടൻ ഓടിപ്പോയ കാരണം പെണ്ണിനെ തലയിൽ ചുമക്കേണ്ടെന്ന്, ജീവിതകാലം മുഴുവൻ ഇതൊരു ബാധ്യതയാണ്, ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടെന്നാ, നിങ്ങളുടെ മനസ്സിലുള്ള കാര്യമല്ലേ പുറത്ത് വന്ന്, അത് തന്നെ അമ്മയും പറഞ്ഞത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ സത്യം, നിങ്ങൾക്ക് ഞാനൊരു ബാധ്യതയാണല്ലേ, നിങ്ങൾ വേണമെന്ന് വെച്ചിട്ട് എന്നെ സ്നേഹിക്കണമെന്നില്ലല്ലേ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നെ ഞാൻ എത്ര കൊണ്ട് നടക്കണം നിനക്ക് പറയാൻ പറ്റുമോ രേവതി? ഞാൻ വാർഷികത്തിൻ്റെ എന്ന് പറഞ്ഞല്ലേ നിന്നോട് എനിക്ക് എത്ര സ്നേഹമുണ്ട്, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ അന്നേരത്തെ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞ രേവതി, നീ ഒന്ന് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ദേഷ്യപ്പെടാണ്. ഇനി ഇതിലും കൂടുതൽ ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കുക, നീ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ഇതിനാണോ നീ ഇങ്ങനെ ചാടി കളിച്ചിരിക്കണേ എന്നൊക്കെ ചോദിക്കുകയാണ് രേവതിയോട് സച്ചി. അത് പറഞ്ഞിരിക്കുന്ന സമയത്ത് സച്ചിക്ക് കോൾ വരുന്ന ഒരു ഓട്ടാണ് വരുന്നത്. സാർ ഞാൻ ഇവിടെ ഉണ്ട് സാർ, ഫ്രീ ആണ്, ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങനെ ഓട്ടത്തിന് പോകുന്ന സമയത്ത് രേവതി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന ആ സമയത്താണ് നമ്മുടെ ഇന്നത്തെ ക്ലൈമാക്സ് വരുന്നത്. അപ്പോൾ നാളത്തെ കഥയുമായി നാളെ വരെ. അപ്പോൾ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കഥയും വീഡിയോയും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. താങ്ക് യു.